കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ വൈസ് ചെയർമാൻ ശ്രീ തിരുവോണം രാമചന്ദ്രൻ പിള്ള അവർ വേദിയിരിപ്പുണ്ട്. സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന്റെ PRO ആയി പ്രവർത്തിക്കുന്ന പ്രശസ്ത ആയുർവേദ ഡോക്ടർ രവിരാജ്, ദീർഘകാലം ഇതിന്റെ മാനേജറായിരുന്ന ശ്രീ B. സുനിൽകുമാർ, ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വെളമാനൂർ തന്നെയുള്ള ശ്രീ G. രാമചന്ദ്രൻ പിള്ള തുടങ്ങിയ ഞങ്ങളുടെ 13 വികസന സമിതിയിലെ ബഹുമാന്യ വ്യക്തികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വികസന സമിതിയിലെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നേരത്തെ അഭിമന്യനായ പിതാവ് ചോദിച്ചതുപോലെ ഞങ്ങളുടെ 20 അച്ഛനമ്മമാരെ വളരെ പ്രയാസപ്പെട്ടവരെ പരിപാലിക്കുന്നത് ഇവിടത്തെ ഞങ്ങളുടെ 6 സഹോദരങ്ങളാണ്. അവർക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ കിടക്കുന്നിടവും ഇരിക്കുന്നിടവും ശുചിയായി സൂക്ഷിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആ 6 സഹോദരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ അച്ഛനമ്മ ഇതിന്റെ ഭാഗമാണ്. അതുപോലെ ഇവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച 20 കുട്ടികൾ, പുതുതായി ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പഠിക്കാനായി ഇന്ന് അപേക്ഷ കൊടുക്കാൻ വന്ന കുട്ടികൾ, എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അല്പം നീണ്ടുപോയതിൽ ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ തുടക്കമാണ്. അതിന് തിരി തെളിയിച്ച് ആ ചടങ്ങ് നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദ ഡോക്ടർ മാത്യു മാർ പൊളിക്കൽ കാക്കോസ് തിരുമേനി അവകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദീപങ്ങൾ തെളിക്കും നാളം, ദീപങ്ങൾ തെളിക്കും നാളം. മാതാപിതാ ഗുരു നാമോസ്തുതേ, മാതാപിതാ ഗുരു നാമോസ്തുതേ. നന്മതൻ തിരുനാളം, ഉള്ളിൽ പൊൻപ്രഭാതവും നാളം. എന്നും ആ പൊൻതിരുനാളം നിന്നും തെളിയട്ടെ ഉള്ളിൽ. തപസ്സിനെ അകറ്റി തിന്മയകറ്റി നന്മതൻ ദീപങ്ങൾ തെളിയട്ടെ. എന്നും നന്മതൻ ദീപങ്ങൾ തെളിയട്ടെ. മാതാപിതാ ഗുരു നാമോസ്തുതേ, മാതാപിതാ ഗുരു നാമോസ്തുതേ. നമ്മുടെ തിരുമേനി ആദരിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി ആദരവേറ്റ് വന്ന തിരുമേനിയെയും ആദരിക്കാൻ വൈസ് ചെയർമാൻ രാമേന്ദ്രൻ.
സ്നേഹാശ്രമത്തിൻ്റെ ഡയറക്ടർ ശ്രീ ആർ രാധാകൃഷ്ണൻ, അധ്യക്ഷൻ ശ്രീ ബി പ്രേമാനന്ദ്, ചെയർമാൻ സ്നേഹാശ്രമം, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ, ഗാന്ധി ഭവൻ പത്തനാപുരം CEO, ആശംസാ പ്രസംഗം നടത്തുന്ന ശ്രീ KR ഗോപൻ, പ്രിൻസിപ്പൽ ചെമ്പകശ്ശേരി ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ സ്വാഗതം ആശംസിച്ച വിശിഷ്ടനായ വ്യക്തി, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ PM രാധാകൃഷ്ണൻ, സെക്രട്ടറി സ്നേഹാശ്രമം. രാധാകൃഷ്ണൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അച്ഛൻ അമ്മമാരെ ഈ സ്നേഹാശ്രമം നടത്തിപ്പുകാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, ഈ സ്നേഹാശ്രമത്തിലെ അന്തേവാസികളെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയ, എന്ത് പറയണം, എവിടെ തുടങ്ങണമെന്നൊന്നും ഇവിടെ വന്നപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം മനസ്സ് ഹൃദയവും നിറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഒരുപറ്റം ആളുകൾ, മനുഷ്യസ്നേഹികളായ ആളുകൾ, നമ്മുടെ അച്ഛനമ്മമാരെ അവരുടെ കരവലയത്തിൽ, സ്നേഹത്തിൻ്റെ കരവലയത്തിൽ ഒരുമിച്ച് കൂട്ടി കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും, ഏത് മനുഷ്യ സ്നേഹിക്കും വെളിച്ചം പകരുന്ന, സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു ഇതാരാണ് നടത്തുന്നത്. തീർച്ചയായും പത്തനാപുരം സ്നേഹഭവനാണ് എങ്കിൽ ഒരു അതിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഇവിടെ ഒരുപറ്റം ആളുകൾ ഈ സ്നേഹാശ്രമത്തെ ചുറ്റിപ്പറ്റി അവരെ പരിപാലിക്കുന്നവരിവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ഥാപനം ഇവിടെ വളർന്ന് വരികയില്ല. ഇവര് അനാഥരാണോ എന്ന് ചോദിച്ചാൽ അനാഥരല്ല. ഇത് അനാഥാലയമല്ല. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു. അദ്ദേഹം പാരിപ്പള്ളിയിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ കയറിയപ്പം മുതൽ അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എത്ര വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നത്. അദ്ദേഹം തന്നെ ഞാൻ ചോദിച്ചു എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അധ്യാപകനായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞില്ല, മറ്റുള്ളവരാണ് പറഞ്ഞത്. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ചു, കേരളത്തിന്റെ നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ചു. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിയാണ് നിങ്ങളുടെ ഈ ആശ്രമം നയിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ സ്നേഹാദരം രാധാകൃഷ്ണൻ സാറിനെ അറിയിക്കുക. ഇവിടെ ഇതൊരു പാരിപ്പള്ളി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. വേളാനല്ലൂർ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ ഈ പാരിപ്പള്ളിയുടെ ഉൾപ്രദേശങ്ങളിൽ ഇത്രയേറെ സൽപ്രവർത്തികൾ നടക്കുന്ന ഇടമുണ്ട് എന്നുള്ളത് എനിക്ക് അതിശയമായിട്ട് തോന്നി. ആരും അറിയപ്പെടാതെ നടക്കുന്ന ഒരു സ്ഥലം ഇതുവഴിയായിട്ട് എല്ലാവരും ഞാൻ അറിയപ്പെടും. തീർച്ചയായും ഈ വേളമാനൂർ എല്ലാവരും അറിയും എന്നതിൽ യാതൊരു സംശയവും. കാരണം എവിടെ നന്മ പ്രവർത്തികളുണ്ടോ അവിടെ തീർച്ചയായും ജനങ്ങൾ, മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത ജനങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം എല്ലാവരും അറിയപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്കൊരു പുതിയ അറിവാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. നല്ല ചാൻസലർ
ഒരു പരിപാടിയാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ ഒരു വ്യക്തിയുടെ പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ അതിൻ്റെ 60% ചെലവാക്കുന്നത് കോസ്മെറ്റിക്സിന് വേണ്ടിയാണ്. ബ്യൂട്ടിവൽക്കരിക്കാൻ വേണ്ടി, സ്വയം സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയാണ് ഒരാളുടെ വരുമാനത്തിന്റെ നല്ല ഒരു ശതമാനവും ഇന്ന് ചെലവഴിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വെളിച്ചമാണ്. അതുകൊണ്ട് ഈ കോഴ്സ് 3 മാസം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എത്രയോ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ജോലിതാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു സ്ഥാപനം തുടങ്ങാനും മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് ഇവിടെ ഈ നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെ പോറ്റുന്ന കൂട്ടത്തിലൂടെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നൃത്തം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നൃത്തം അധ്യാപകർക്ക് നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ഒരു നൃത്തം പഠിപ്പിക്കണമെങ്കിൽ വലിയ തുകയാണെന്ന് ആവശ്യം. ഇവിടെ നൃത്തത്തിന്റെ സ്കോപ്പും വളരെ വലുതാണ്. എല്ലാത്തിനും ഉപരിയായി ഞാൻ പറയുന്നു, ഇവിടെ സാർ പറഞ്ഞ ഒരു കാര്യം, മനുഷ്യത്വം, അതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യത്വമില്ലാത്തവർ വെറും മാംസപിണ്ഡങ്ങളാണ്. മനുഷ്യത്വമില്ലാത്തവര് ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളാണ് നമ്മൾ ഇന്ന് ഓരോ ദിവസവും പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വലിയ വാർത്ത കൊടുത്ത് അവതരിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. മനുഷ്യത്വം കാണിക്കുന്ന നിങ്ങളെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുന്നു എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം പിടിക്കുന്നതിന് ആളുണ്ട്, എങ്കിലും ഇതൊരു സത്യമല്ലേ? ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി, നിങ്ങള് ചോറ് കൊടുത്ത ആ കുഞ്ഞിനെ വളർത്തുന്നു. പക്ഷേ ഒരമ്മയുടെ അമ്മിഞ്ഞപ്പാലിനോട് ചേർന്ന് ആ കുഞ്ഞിന് നിങ്ങൾ മനുഷ്യത്വം കൂടി പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ഒരു കാട്ടാളനെയാണ് വളർത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. 5 വയസ്സിനുള്ളിലാണ് ഒരു കുട്ടി, അവന്റെ ബ്രെയിൻ വളർന്നു വരുന്നത്. ആ പ്രായത്തിൽ അവന് വേണ്ടതെല്ലാം അമ്മമാർ, ആ കാര്യത്തിൽ അമ്മമാരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനമാണ്. നാളത്തെ തലമുറ, നാളത്തെ നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ സന്താനങ്ങൾ അമ്മമാരുടെ കൈകളിലാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് നാളത്തെ രാഷ്ട്രം എങ്ങനെയുള്ളതായിരിക്കണമെന്ന്. അതുകൊണ്ട് അമ്മമാരാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത്. അവരാണ് അവരെ നേരായ പാതയിൽ വളർത്തേണ്ടത്, നടത്തേണ്ടത്. നിങ്ങൾ ഈ നമ്മുടെ അച്ഛൻ, ഞാനത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ഇടുന്നത്, നമ്മുടെ അച്ഛനമ്മമാര് എത്ര ശരിയാണ്, അത് മാറ്റാൻ സാധിക്കില്ല. അവരെ നിങ്ങൾ ഇവിടെ പരിപാലിക്കുമ്പോൾ നിങ്ങളിൽ മനുഷ്യത്വം ഇപ്പോഴും കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ചുറ്റുപാടുമുള്ള പ്രഗത്ഭരായ പ്രസിദ്ധരായ ആളുകൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ചുറ്റുമുള്ള ഏതാണ്ട് 10-11 സ്കൂളുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ സ്ഥാപനം സന്ദർശിക്കുന്നു. അവരിൽ ഈ നന്മയുടെ വിത്ത് വിതയ്ക്കുവാൻ ഈ സ്ഥാപനം ഒരു കാരണമാകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് ഇവിടെ വേറെ അധികമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഏരിയയിൽ. അപ്പോഴ് ഇങ്ങനെയും ഉണ്ട് എന്നുള്ളത്, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം.
ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി അവരെ സന്ദർശിപ്പിച്ച് അവരെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം. ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്നാണല്ലോ പറയുന്നത്. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന TTC പഠിക്കുന്ന പിള്ളേരുണ്ട്. ഹാൻഡ്സ് ഓൺ ലേണിംഗ്. നിങ്ങൾ നേരിട്ട് കണ്ട് ഹൃദയസ്ഥമാക്കുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ എത്ര പാഠം പഠിപ്പിച്ചു കൊടുത്താലും അത് മതിയാവുകയില്ല. അവരെ നേരിട്ട് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ രോഗികളാകുമ്പോൾ, നിങ്ങൾ ഇതേ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ അവർ കാണുകയില്ല. അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇന്ന് ഓടി ഒളിക്കുകയാണ്. നമ്മുടെ ഒരു ഭൂരിഭാഗം കുഞ്ഞുങ്ങളും ഒരു 12ാം ക്ലാസ് കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ നിന്ന് നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? പുതിയ മേച്ചിൽസ്ഥലങ്ങൾ തേടി അവർ മറ്റു രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം നമ്മുടെ ഈ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് ദോഷകരമാണ് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എത്രമാത്രം ദോഷകരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ആറ്റു നോറ്റു വളർത്തിയ കുഞ്ഞുങ്ങൾ പ്രായമായി പറക്കം വിറ്റാറാകുമ്പോൾ +2 കഴിഞ്ഞ് അതിന്റെ പേരിൽ ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അതുമൂലം വേദന അനുഭവിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ, നേരിട്ടറിയുവാൻ ഒരു വലിയ സ്ഥാപനമാണിത്. ഇതിന്റെ നടത്തിപ്പുകാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ നിന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കുട്ടി, എനിക്കറിയില്ല, ആ ഒരു ഇവിടുത്തെ ജോലിക്കാരിയാണ് അല്ലേ, പാട്ടെന്ത് മനോഹരമായിട്ടാണ് പാടുന്നത് അല്ലേ? പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ വിളക്ക് കത്തിച്ചപ്പോഴും എത്ര മനോഹരമായി ഈ പാട്ട് ഹൃദയസ്ഥമായി വെച്ചേക്കാണ്. വളരെ മനോഹരമായി. ഇത് നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കണ്ടുപഠിക്കണം. നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും അതിനെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും നമുക്ക് കഴിയണം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സഹോദരിക്ക്, എല്ലാ പേര് മോളിക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അഭിനന്ദനങ്ങൾ. ഇനി ഞാൻ വന്ന കാര്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ വന്നത്, എന്നോട് പറഞ്ഞത് നമ്മുടെ ശ്രീ വിൻസെന്റ് എന്റെ ഒരു സുഹൃത്താണ്. ഈ ഗാന്ധി ഭവൻ സ്ഥാപനങ്ങളുടെ എല്ലാം CEO ആണ് ഡോക്ടർ വിൻസെന്റ്. വിൻസെന്റ് വളരെ പ്രശസ്തമായ രീതിയിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം പോയി ശുശ്രൂഷ നടത്തുന്നുണ്ട്. മറ്റ് മോട്ടിവേഷൻ ഒന്നുമില്ല, മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങളെപ്പോലെയുള്ളവരെ സഹായിക്കുക മാത്രമാണ് വിൻസെന്റ് ചെയ്യുന്നത്. വിൻസെന്റ് എന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. നല്ല ദൈവവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നുണയാണ്. ഇവിടെ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ശ്രീ വിൻസെന്റ്. വിൻസെന്റാണ് എന്നോട് ഇവിടെ വരണമെന്ന് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇവിടെ ഇന്ന് നമ്മളിപ്പോഴേ ക്രിസ്മസിന്റെ ഒരു കാലഘട്ടമാണ് അല്ലേ? ക്രിസ്മസ് ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസിന്റെ ഒരു അന്തരീക്ഷമാണ് ലോകമെങ്ങും നടമാടുന്നത്. എവിടെ ചെന്നാലും ക്രിസ്മസിന്റെ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. ക്രിസ്മസ് കാർഡുകൾ അയക്കും, ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കും, ക്രിസ്മസ് സമ്മാനങ്ങൾ നമ്മൾ കൈമാറും.
എല്ലായിടത്തും ക്രിസ്മസ് കരോൾ, ഇവിടൊക്കെ ക്രിസ്മസ് കരോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ക്രിസ്മസ് മയമാണ് എല്ലായിടത്തും. അപ്പോഴ് ഞാൻ ചെറുപ്പത്തിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഈ ഡിസംബർ മാസം വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. കാരണം എന്താണ്, വളരെ സന്തോഷം തരുന്ന ഒരു കാലഘട്ടമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. എനിക്കന്ന് അതിന്റെ വലിയ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഡിസംബർ ആയാൽ ഓണമാണ്, ഓണം പോലെ പ്രധാനമാണ് എന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് അതിന് വലിയ അർത്ഥമാണുള്ളത്. ഇന്ന് ക്രിസ്മസ് ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുകയാണ് അല്ലേ? നിങ്ങളിപ്പം ടൗണിലോട്ടൊക്കെ പോയി നോക്കാം, കടകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് സ്റ്റാറുകൾ ഇട്ടിട്ടുണ്ട്, അലങ്കാരങ്ങളുണ്ട്. വലിയ ഒരു ഒരു വ്യവസായമായി ക്രിസ്മസ് മാറിയിരിക്കുകയാണ്. അതായത് ക്രിസ്തു ഉള്ളതാണ് ക്രിസ്മസ്. പക്ഷെ ഇന്ന് ക്രൈസ്റ്റ്ലെസ്, ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അതായത് ക്രിസ്തുവിനോട് കൂടിയാണ് ക്രിസ്മസ് ആഘോഷമുള്ളത്. പക്ഷെ ഇത് ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആണുള്ളത്. അപ്പോൾ ഈ ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയുന്ന പോലാണ്. ക്യാഷ്ലെസ് എക്കോണമി, കാശില്ലാതെ, പൈസ ചെലവാക്കാതെ ക്യാഷില്ലാതെ ഉള്ള എക്കോണമിയാണ് ക്യാഷ്ലെസ് ഇക്കോണമി എന്ന് പറഞ്ഞ പോലെ. ക്രൈസ്റ്റ് ഇല്ലാത്ത, ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആണ് ഇന്നത്തെ ഒരു മുഖമുദ്രയായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ എന്താണ് ഈ ക്രിസ്മസിന്റെ അർത്ഥം? നമ്മളിവിടെ ക്രിസ്മസ് കൂടുമ്പോൾ, ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. 2000 വർഷങ്ങൾ മുമ്പ് ലോക ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച സംഭവമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ക്രിസ്തു നമ്മൾ പഠിക്കുന്നവര് അറിയാം, ക്രിസ്തുവിന് മുൻപ് എന്നും ക്രിസ്തുവിന് പിൻപ് എന്നും, AD എന്നും BC എന്നും ഈ ലോക ചരിത്രത്തെ തന്നെ രണ്ടായി കീറി മുറിച്ച സംഭവമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതായത് ക്രിസ്തു വെച്ചാണ് ലോകത്തെ ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും. ഇപ്പോൾ ക്രിസ്തുവിന് മുൻപ് AD അന്നോ ദോമിനി എന്ന് പറയും. ക്രിസ്തു വർഷം എത്രയാണ്? 2025 വർഷം, 24 വർഷമായി ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിന് മുൻപുള്ളത് BC എന്ന് പറയും, ബിഫോർ ക്രൈസ്റ്റ്. ഇതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. ഈ ക്രിസ്മസ് നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിച്ചത്, എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മിടുക്കരായ കുട്ടികൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യു ആർ റൈറ്റ്, കൺഗ്രാജുലേഷൻ. 1969 ജൂലൈ 21 ആദ്യമായി മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത്. അപ്പോഴവിടെ കാലുകുത്തിയതിന്റെ സ്മാരകമായിട്ട് ആരൊക്കെയായിരുന്നു കാലുകുത്തിയത്? നീൽ ആംസ്ട്രോങ്, എഡ്വേർഡ് ആൽഡ്രിൻ, പിന്നാണ് ഒരാളോടുണ്ട്. അവർ 3 പേരുകൂടിയാണ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തിയത്. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയതിന്റെ സ്മാരകമായി അവിടെ ഒരു ഫലകം സ്ഥാപിക്കുകയുണ്ടായി. ആ ഫലകത്തിൽ എഴുതി വെച്ചിരുന്നത് എന്താണെന്നറിയാമോ? സങ്കീർത്തനത്തിലെ 8-ാം അധ്യായം, സങ്കീർത്തനം 8-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് അവിടെ എഴുതി. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അങ്ങ് വിരചിച്ച ഈ നീലാകാശത്തെയും അങ്ങ് നിർമ്മിച്ച സൂര്യചന്ദ്രാദികളെയും കാണുമ്പോൾ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം ഈ മനുഷ്യനാരാണ്? അവൻ എന്നിട്ടും മനുഷ്യനെ അല്പം താഴ്ന്നവനായി മാത്രം അങ്ങ് സൃഷ്ടിച്ചു. അത്രത്തോളം മനുഷ്യനെ അങ്ങ് സ്നേഹിച്ചു. ഇതാണ് അവിടെ എഴുതിയിട്ടിരിക്കുന്ന വാക്യം. ഇപ്പോഴ് നിങ്ങൾ ആരെങ്കിലും ചന്ദ്രനിൽ പോകണമെങ്കിൽ പോയി പരിശോധിക്കും. അവിടെ എഴുതിയിട്ടിരിക്കുന്ന വാക്യം ഇതാണ്. അപ്പോൾ മനുഷ്യന്റെ ദൈവം സ്നേഹിച്ചു എന്ന് ലോകം മുഴുവനും അറിയുന്നതിന് വേണ്ടിയാണ് ആ ചരിത്ര സ്മാരകം എഴുതിയിട്ടത്. ചരിത്രം സ്മാരകമായി അവിടെ എഴുതിയിട്ടത്. ഈ ഒരു ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്ന് അറിയിക്കുന്ന ഒരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 24-ാം വാക്യം 24-ാം വാക്യം നാം വായിക്കുന്നത്. തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ
അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്ന് അറിയിക്കുന്നതാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരം. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ സ്നേഹിക്കപ്പെട്ടവരായി മാറുകയാണ്. നമ്മളെയെല്ലാം ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുകയില്ല. ഇപ്പോൾ മനസ്സിലാകുകയില്ല, കുറെ കഴിയുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാകും. ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു, അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഇത് സാധിക്കുമോ? ദൈവത്തിന് മനുഷ്യനായി അവതരിക്കാൻ സാധിക്കുമോ? നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ പ്രയാസമാണ്. പക്ഷേ ഇത് ചരിത്ര സംഭവമാണ്, ഇത് സംഭവമാണ്. ദൈവം തീരുമാനിച്ചു തന്റെ ഏകജാതനെ, ദൈവപുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ. അത് ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്ന്, മറിയം എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ജനിക്കുവാനായി ദൈവം ഈ ലോകത്തിലേക്ക് തന്റെ ഏകജാതനെ അയച്ചു. അതാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിൽ ഓർക്കുന്നത് അതാണ്. എന്താണ്? ദൈവം ഈ മനുഷ്യനായി അവതരിച്ചത് വഴിയായി ഞാനും നിങ്ങളുമെല്ലാം മനുഷ്യത്വമുള്ളവരായി മാറി. മനുഷ്യന്റെ മഹിമയെ വർദ്ധിക്കുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ? അല്ലെങ്കിൽ എന്താണ്? മൃഗങ്ങളും ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു മനുഷ്യത്വമാണ് ഒരാളെ മനുഷ്യനാക്കി മാറ്റുന്നത്. ഈ മനുഷ്യന് മാഹാത്മ്യം നൽകുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണ് ഈ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മനുഷ്യാവതാരം വഴിയായി ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല, കത്തോലിക്ക സഭയിലെ അധ്യക്ഷൻ മാർപ്പാപ്പ ലോകത്തെവിടെ ഒരു മനുഷ്യത്വത്തിന് വിപരീതമായി എവിടെ ഒരു പ്രശ്നമുണ്ടായാലും അവിടെ ആദ്യമേ ഇടപെടുന്നത് മാർപ്പാപ്പയാണ്. കാരണം എന്താണ്? മനുഷ്യത്വത്തിന് അത്രോളം വിലയുണ്ട്. ഒരു മനുഷ്യജീവന്റെ വില നിർണയിക്കാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ കാണുമല്ലോ, ഒരു ദയവില്ലാതെ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കതിന് അവകാശമില്ല. എന്റെ ജീവൻ എടുക്കാൻ എനിക്ക് അവകാശമില്ല, നിങ്ങളുടെ ജീവൻ എടുക്കാൻ നിങ്ങൾക്കും അവകാശമില്ല. കാരണം എന്താണ്? നിങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ജന്മം കിട്ടിയത്. നിങ്ങൾക്ക് ജീവൻ കിട്ടിയത് നിങ്ങൾ പറഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് ആ ജീവൻ എടുക്കാനുള്ള അനുവാദവുമില്ല. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർത്തോണം, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോയി കയറിൽ തൂങ്ങുന്നവരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ മുമ്പിൽ എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമില്ല. ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ ലോകത്ത്, വേറെ ഒന്നും ചെയ്യാനില്ലേ? അവർ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ ഇതെല്ലാം വേറൊരു മാർഗമില്ലേ? വേറെ എന്തെല്ലാം മാർഗമുണ്ട്? അത് അവലംബിക്കാതെ ജീവിതം നശിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവന്റെ മേൽ അധികാരമില്ല. ജീവന്റെ വില നമ്മൾ കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചത് വഴിയായിട്ട് മനുഷ്യന്റെ വില, ഒരു മനുഷ്യ ജീവിതത്തിന് വില കൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചല്ലോ, ഈ ഗൾഫിലെ ഏതോ